പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യൻ എത്രത്തോളം കഴിവുകളാണ് ഓരോ വ്യക്തികൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് മഞ്ജു എന്നുള്ളതാണ്. ഈ മഞ്ജു എന്ന പേരിൽ അറിയപ്പെടുന്നതായ അദ്ദേഹത്തിൻ്റെ വേറൊരു കോണികളുടെ സഹായങ്ങളോ കയറുകളോ ഒന്നിൻ്റെയും സഹായങ്ങളില്ലാതെ സ്വന്തമായി കൊണ്ട് നല്ല ഏറ്റവും കൂടുതൽ ഉയരമുള്ളതായ വലിയ പാറക്കല്ല്, ആ പാറക്കല്ലിലേക്ക് അദ്ദേഹം സ്വന്തമായി കയറുന്നതായ രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. കാരണം ഇത്രത്തോളം അതിലേക്ക് യാതൊരു ഗ്രിപ്പുമില്ല. ഒരു സ്റ്റെപ്പിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ചവിട്ടാൻ പറ്റിയിരിക്കുന്നതായ ഏതെങ്കിലും ഒരു ഗ്രിപ്പുകൾ പോലത്തത് കൂടുതലൊന്നും ഇല്ലാത്തതായൊരു പാറയാണ്. അത്രയും ഹൈറ്റ്, നേരെ കുത്തനെയുള്ളതായൊരു പാറയിലേക്കാണ് ഇദ്ദേഹം കയറിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തിയും കൂടിയാണ്. ഒരുപാട് ജനങ്ങളെ പോലീസിലേക്കും അതേപോലെ തന്നെ മിലിറ്ററിയിലേക്കും അവർക്ക് പഠിപ്പിച്ചുകൊണ്ട് ചേർക്കുകയും ചെയ്തതായ വ്യക്തിയാണ്. അതേപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുപ്പിക്കുന്നതായ നല്ലൊരു ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്കില്ല് നമ്മൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവിടെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നതായ ഒരുപാട് ജനങ്ങളുണ്ട്. ഞങ്ങൾ ടൂർ പോയതായ സമയത്ത് ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ മറ്റു നാട്ടിലെ ആളുകളും ഉസ്താദുമാരും എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെ അത്ഭുതത്തോടുകൂടി വീക്ഷിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ കഴിവാണ് തെളിയിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിനോട് വ്യക്തിപരമായ രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നതായ സമയത്ത് അദ്ദേഹം വളരെ സൗമ്യമായ രീതിയിലുള്ളതായൊരു പെരുമാറ്റമായിരുന്നു. നിങ്ങൾക്ക് കാണാം, ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നതായ ജനങ്ങൾ, അതിൽ സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്, അതേപോലെ തന്നെ ഉസ്താദന്മാരുണ്ട്, നാട്ടിലെ മറ്റു പല ആൾക്കാരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ചിത്രദുർഗയിൽ വെച്ചുകൊണ്ടുള്ള വലിയൊരു പാറക്കല്ലിലാണ് ഇദ്ദേഹം കയറാൻ വേണ്ടി പരിശ്രമിച്ചത്. അങ്ങനെ കയറിക്കൊണ്ട് അദ്ദേഹം ഏകദേശം ഒരു 80%, 90% ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇദ്ദേഹം നല്ലൊരു സൗമ്യമായ വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ താഴ്മയുള്ള നല്ലൊരു സ്വഭാവ രീതിയാണ്. എല്ലാ ജനങ്ങളോടും നല്ലൊരു പെരുമാറ്റമാണ്. മുസ്ലിം, ഹിന്ദു, ക്രിസ്തു എന്നുള്ളതായ ഭേദമന്യേ എല്ലാ ജനങ്ങളോടും നല്ല രീതിയിലുള്ളതായ പെരുമാറ്റത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ സംസാര രീതികളും പ്രവർത്തനങ്ങളെല്ലാം ഉള്ളത്. അദ്ദേഹത്തിനോട് ചോദിക്കുകയായിരുന്നു, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളതായൊരു പ്രോത്സാഹനം കിട്ടാൻ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? അദ്ദേഹം പറഞ്ഞത്, ഒന്നുമില്ല, എൻ്റെ ഒരു പരിശ്രമം മാത്രമാണ്. അതേപോലെ തന്നെ മേലെ ഒരുത്തൻ നോക്കി നിൽപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണുള്ളത്, അല്ലാതെ വേറൊരു കഴിവും എനിക്കില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇദ്ദേഹത്തിനക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റാണ് ഇദ്ദേഹത്തിനക്കുള്ളതായ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ളത്.